പുറപ്പാട് അധ്യായം 1. യാക്കോബിനോടുകൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നുചേർന്ന ഇസ്രായേൽ മക്കൾ ഇവരാണ്: റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ബെഞ്ചമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ. യാക്കോബിൻ്റെ സന്താനങ്ങൾ ആകെ 70 പേരായിരുന്നു. ജോസഫ് നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു. ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു. എന്നാൽ ഇസ്രായേലിൻ്റെ സന്താന പരമ്പര വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവനും വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി. അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു. അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞു: നോക്കുവിൻ, ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടുപോവുകയും ചെയ്തേക്കാം. അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കുവാൻ നമുക്കവരോട് തന്ത്രപൂർവ്വം പെരുമാറാം. അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം, റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു. എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി. അവരെക്കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു. കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി. മർദ്ദനത്തിൻ കീഴിൽ അടിമവേല ചെയ്യുവാൻ ഇസ്രായേല്യർ നിർബന്ധിതരായി. ഈജിപ്ത് രാജാവ് ഷിഫ്ര, പൂവ എന്നു പേരായ 2 ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു: നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം, പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ രാജാവ് സൂതികർമ്മിണികളെ വിളിച്ചു ചോദിച്ചു: നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടത് എന്തുകൊണ്ട്? സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു: ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെ അല്ല. അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണി ചെന്നെത്തും മുമ്പേ പ്രസവിച്ചു കഴിയും. ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു. ജനം വർദ്ധിച്ച് പ്രബലരായി തീർന്നു. സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു. അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു: ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞുകളയുവിൻ, പെൺകുട്ടികൾ ജീവിച്ചുകൊള്ളട്ടെ. പുറപ്പാട് അധ്യായം 2. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീതീരത്തുള്ള ഞാങ്ങണ ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുവന്ന് വെച്ചു. അവന് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ സഹോദരി കുറെ അകലെ കാത്തു നിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കുവാൻ നദിയിലേക്ക് ഇറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി
ഞാങ്ങണ ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു. ഒരു ദാസിയെ അയച്ച് അവൾ അത് എടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇത് ഒരു ഹെബ്രായ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൻ്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ടുവരട്ടെയോ? ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക. ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ 2 ഹെബ്രായർ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു. തെറ്റ് ചെയ്തവനോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? മോശ ഭയപ്പെട്ടു. ആ സംഭവം പരസ്യമായി എന്ന് അവൻ വിചാരിച്ചു. ഫറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിദിയാൻ നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു. മിദിയാനിലെ പുരോഹിതന് 7 പെൺമക്കളുണ്ടായിരുന്നു. അവർ പിതാവിൻ്റെ ആടുകൾക്ക് കുടിക്കുവാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു. അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് അവരെ ഓടിച്ചു. എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അവർ പിതാവായ റൗവേലിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നേരത്തെ തിരിച്ചെത്തിയത് എങ്ങനെ? അവർ പറഞ്ഞു, ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു. അവൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കുവാൻ കൊടുക്കുക പോലും ചെയ്തു. റൗവേൽ ചോദിച്ചു, അവൻ എവിടെ? നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ട് പോന്നു? അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവിൻ. അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കുവാൻ തീരുമാനിച്ചു. അവൻ തൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർഷോം എന്ന് പേരിട്ടു. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടൂർപ്പെട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയാവസ്ഥ ഗ്രഹിച്ചു. പുറപ്പാട് അധ്യായം 3. മോശ തൻ്റെ അമ്മായിയപ്പനും മെദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചേർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു. എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല.
അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തിയെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും അവിടെ നിന്നും ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായൊരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളെ ഈജിപ്തിലെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ച് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നീ പറയുന്നത് അവർ അനുസരിക്കും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടൊന്നിച്ച് നീ ഈജിപ്തിലെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം. കരുത്തുറ്റ കരം കൊണ്ട് നിർബന്ധിച്ചാലല്ലാതെ ഈജിപ്തിലെ രാജാവ് നിങ്ങളെ വിട്ടയക്കുകയില്ലെന്ന് എനിക്കറിയാം. ഞാൻ കൈനീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്തിനെ പ്രഹരിക്കും. അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും. ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനം ഉളവാക്കും. അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും
വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം. അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം. പുറപ്പാട് അധ്യായം 4. മോശ പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല, എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല. കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും. കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഒരു വടി. അവിടുന്ന് കൽപ്പിച്ചു, അത് നിലത്തിടുക. അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. മോശ അത് കണ്ട് അകന്നു മാറി. കർത്താവ് അരുളി ചെയ്തു, കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു. ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, നിന്റെ കൈ മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. അവിടുന്ന് കൽപ്പിച്ചു, കൈ വീണ്ടും മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു. അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും. ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക. നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക. സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവേ, ദയചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് ലേവ്യനായ അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ. അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ, അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെപ്പോലെയും. ഈ വടി കയ്യിലെടുത്തുകൊള്ളുക. നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികെ ചെന്ന് പറഞ്ഞു, ഈജിപ്തിലുള്ള എൻ്റെ സഹോദരർ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുന്നതിന് അങ്ങോട്ട് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം. യത്രോ പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക. മിദിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക. നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു. മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു. അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം. എന്നാൽ ഞാൻ അവനെ കഠിനചിത്തനാക്കും. അവൻ ജനത്തെ വിട്ടയക്കുകയില്ല. നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ
നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ ഞാൻ വധിക്കും. യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി. ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു. അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു, നീ എനിക്ക് രക്തഭർത്താവാകുന്നു. അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, പരിച്ഛേദന നിമിത്തം നീ എനിക്കും രക്തഭർത്താവാകുന്നു. കർത്താവ് അഹറോനോട് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക. അതനുസരിച്ച് അഹറോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹറോനോട് വിവരിച്ചു പറഞ്ഞു. അനന്തരം മോശയും അഹറോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹറോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു. പുറപ്പാട് അധ്യായം 5. മോശയും അഹ്റോനും ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജാമഹോത്സവം ആഘോഷിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഫറവോ ചോദിച്ചു, ആരാണീ കർത്താവ്? അവൻ്റെ വാക്കുകേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഹെബ്രായരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. ആകയാൽ 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാരി കൊണ്ടോ വാൾ കൊണ്ടോ ഞങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞു, മോശെ, അഹറോനെ, നിങ്ങൾ ജനത്തിൻ്റെ ജോലിക്ക് മുടക്കം വരുത്തുന്നതെന്തിന്? പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ. അവൻ തുടർന്നു, നാട്ടിൽ നിങ്ങളുടെ ജനം ഏറെയുണ്ട്, അവരുടെ ജോലിക്ക് നിങ്ങൾ മുടക്കം വരുത്തുകയോ? ഫറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരികളോടും കൽപ്പിച്ചു, ഇഷ്ടികയുണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുൻപെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട. അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ. എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടികയുണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം. അതിൽ കുറവ് വരരുത്. അവർ അലസരാണ്, അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ മുറവിളി കൂട്ടുന്നത്. അവരെക്കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക. അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജവാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ. മേൽനോട്ടക്കാരും മേസ്തിരികളും ചെന്ന് ജനത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്ന് ഫറവോ പറയുന്നു. നിങ്ങൾ തന്നെ പോയി കിട്ടാവുന്നിടത്തുനിന്നെല്ലാം വൈക്കോൽ ശേഖരിക്കുവിൻ. എന്നാൽ പണിയിൽ യാതൊരു കുറവും വരരുത്. ജനം വൈക്കോൽ ശേഖരിക്കുന്നതിന് ഈജിപ്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോയി. മേൽനോട്ടക്കാർ കർശനമായി നിർദ്ദേശിച്ചു, ദിവസം തോറുമുള്ള വേല വൈക്കോൽ തന്നിരുന്നപ്പോൾ എന്ന പോലെ ചെയ്തു തീർക്കുവിൻ. ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ ജോലിയുടെ മേൽനോട്ടത്തിന് നിയമിച്ചിരുന്ന ഇസ്രായേൽക്കാരെ പ്രഹരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അത്ര ഇഷ്ടികകൾ ഇന്നലെയും ഇന്നും ഉണ്ടാക്കാത്തതെന്ത്? ഇസ്രായേൽക്കാരായ മേൽനോട്ടക്കാർ ഫറവോയെ സമീപിച്ച് ഇങ്ങനെ പരാതിപ്പെട്ടു, അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത്? അങ്ങയുടെ ദാസന്മാർക്ക് അവർ വൈക്കോൽ തരുന്നില്ല, എങ്കിലും ഇഷ്ടികയുണ്ടാക്കുവിൻ എന്നവർ കൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസന്മാരെ പ്രഹരിക്കുന്നു. എന്നാൽ കുറ്റം അങ്ങയുടെ ജനത്തിൻ്റെതാണ്.
ഫറവോ മറുപടി പറഞ്ഞു, നിങ്ങൾ അലസരാണ്, അതുകൊണ്ടാണ് കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയി ജോലി ചെയ്യുവിൻ. നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല, എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറയുകയുമരുത്. അനുദിനം ഉണ്ടാക്കുന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാരായ മേലാളന്മാർ ധർമ്മസങ്കടത്തിലായി. ഫറവോയുടെ അടുക്കൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മോശയും അഹറോനും തങ്ങളെ കാത്തു നിൽക്കുന്നത് അവർ കണ്ടു. അവർ മോശയോടും അഹറോനോടും പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളെ വിധിക്കട്ടെ. ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മുമ്പിൽ നിങ്ങൾ ഞങ്ങളെ അവജ്ഞാപാത്രങ്ങളാക്കി. ഞങ്ങളെ വധിക്കാൻ നിങ്ങൾ അവരുടെ കയ്യിൽ വാൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയോട് സംസാരിക്കാൻ വന്നത് മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ്. അങ്ങ് അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല. Exodus chapter 1. These are the names of the sons of Israel, who, accompanied by their households, migrated with Jacob into Egypt: Reuben, Simeon, Levi, and Judah, Issachar, Zebulun, and Benjamin, Dan and Naphtali, Gad and Asher. The total number of the direct descendants of Jacob was 70. Joseph was already in Egypt. Now Joseph and all his brothers and that whole generation died. But the Israelites were fruitful and prolific. They became so numerous and strong that the land was filled with them. Then a new king, who knew nothing of Joseph, came to power in Egypt. He said to his subjects, "Look how numerous and powerful the Israelite people are growing, more so than we ourselves. Come, let us deal shrewdly with them to stop their increase. Otherwise, in time of war, they too may join our enemies to fight against us, and so leave our country." Accordingly, taskmasters were set over the Israelites to oppress them with forced labor. Thus they had to build for Pharaoh the supply cities of Pithom and Ramses. Yet the more they were oppressed, the more they multiplied and spread. The Egyptians then dreaded the Israelites and reduced them to cruel slavery, making life bitter for them with hard work in mortar and brick and all kinds of field work, the whole cruel fate of slaves. The king of Egypt told the Hebrew midwives, one of whom was called Shiphrah and the other Puah, "When you act as midwives for the Hebrew women and see them giving birth, if it is a boy, kill him, but if it is a girl, she may live." The midwives, however, feared God. They did not do as the king of Egypt had ordered them, but let the boys live. So the king summoned the midwives and asked them, "Why have you acted thus, allowing the boys to live?" The midwives answered Pharaoh, "The Hebrew women are not like the Egyptian women. They are robust and give birth before the midwife arrives." Therefore God dealt well with the midwives. The people too increased and grew strong. And because the midwives feared God, he built up families for them. Pharaoh then commanded all his subjects, "Throw into the river every boy that is born to the Hebrews, but you may let all the girls live." Chapter 2. Now a certain man of the house of Levi married a Levite woman, who conceived and bore a son. Seeing that he was a goodly child, she hid him for 3 months. When she could hide him no longer, she took a papyrus basket, daubed it with bitumen and pitch, and putting the child in it, placed it among the reeds on the river bank. His sister stationed herself at a distance to find out what would happen to him. Pharaoh's daughter came down to the river to bathe, while her maids walked along the river bank. Noticing the basket among the reeds, she sent her handmaid to fetch it. On opening it, she looked, and lo, there was a baby boy crying. She was moved with pity for him and said, "It is one of the Hebrews' children." Then his sister asked Pharaoh's daughter, "Shall I go and call one of the Hebrew women to nurse the child for you?" "Yes, do so," she answered. So the maiden went and called the child's own mother.
Pharaoh's daughter said to her, "Take this child and nurse it for me, and I will repay you." The woman therefore took the child and nursed it. When the child grew, she brought him to Pharaoh's daughter, who adopted him as her son and called him Moses, for she said, "I drew him out of the water." On one occasion after Moses had grown up, when he visited his kinsmen and witnessed their forced labor, he saw an Egyptian striking a Hebrew, one of his own kinsmen. Looking about and seeing no one, he slew the Egyptian and hid him in the sand. The next day he went out again, and now 2 Hebrews were fighting. So he asked the culprit, "Why are you striking your fellow Hebrew?" But he replied, "Who has appointed you ruler and judge over us? Are you thinking of killing me as you killed the Egyptian?" Then Moses became afraid and thought, "The affair must certainly be known." Pharaoh too heard of the affair and sought to put him to death. But Moses fled from him and stayed in the land of Midian. As he was seated there by a well, 7 daughters of a priest of Midian came to draw water and fill the troughs to water their father's flock. But some shepherds came and drove them away. Then Moses got up and defended them and watered their flock. When they returned to their father, "Reuel," he said to them, "How is it you have returned so soon today?" They answered, "An Egyptian saved us from the interference of the shepherds. He even drew water for us and watered the flock." "Where is the man?" he asked his daughters. "Why did you leave him there? Invite him to have something to eat." Moses agreed to live with him, and the man gave him his daughter Zipporah in marriage. She bore him a son, whom he named Gershom, for he said, "I am a stranger in a foreign land." A long time passed, during which the king of Egypt died. Still the Israelites groaned and cried out because of their slavery. As their cry for release went up to God, he heard their groaning and was mindful of his covenant with Abraham, Isaac, and Jacob. He saw the Israelites and knew. Chapter 3. Meanwhile Moses was tending the flock of his father-in-law Jethro, the priest of Midian. Leading the flock across the desert, he came to Horeb, the mountain of God. There an angel of the Lord appeared to him in fire, flaming out of a bush. As he looked on, he was surprised to see that the bush, though on fire, was not consumed. So Moses decided, "I must go over to look at this remarkable sight and see why the bush is not burned." When the Lord saw him coming over to look at it more closely, God called out to him from the bush, "Moses, Moses!" He answered, "Here I am." God said, "Come no nearer. Remove the sandals from your feet, for the place where you stand is holy ground. I am the God of your father," he continued, "the God of Abraham, the God of Isaac, the God of Jacob." Moses hid his face, for he was afraid to look at God. But the Lord said, "I have witnessed the affliction of my people in Egypt, and have heard their cry of complaint against their slave drivers, so I know well what they are suffering. Therefore I have come down to rescue them from the hands of the Egyptians, and lead them out of that land into a good and spacious land, a land flowing with milk and honey, the country of the Canaanites, Hittites, Amorites, Perizzites, Hivites, and Jebusites. So indeed the cry of the Israelites has reached me, and I have truly noted that the Egyptians are oppressing them. Come now, I will send you to Pharaoh to lead my people, the Israelites, out of Egypt." But Moses said to God, "Who am I, that I should go to Pharaoh and lead the Israelites out of Egypt?" He answered, "I will be with you, and this shall be your proof that it is I who have sent you. When you bring my people out of Egypt, you will worship God on this very mountain." "But," said Moses to God, "when I go to the Israelites and say to them, 'The God of your fathers has sent me to you,' if they ask me, 'What is his name?' what am I to tell them?" God replied, "I am who am." Then he added, "This is what you shall tell the Israelites, 'I am sent me to you.'" God spoke further to Moses, "Thus shall you say to the Israelites, 'The Lord, the God of your fathers, the God of Abraham, the God of Isaac, the God of Jacob has sent me to you. This is my name forever. This is my title for all generations. Go and assemble the elders of the Israelites, and tell them,
The Lord, the God of your fathers, the God of Abraham, Isaac, and Jacob, has appeared to me and said, I am concerned about you and about the way you are being treated in Egypt. So I have decided to lead you up out of the misery of Egypt into the land of the Canaanites, Hittites, Amorites, Perizzites, Hivites, and Jebusites, a land flowing with milk and honey. Thus they will heed your message. Then you and the elders of Israel shall go to the king of Egypt and say to him, The Lord, the God of the Hebrews, has sent us word. Permit us then to go a 3 days' journey in the desert, that we may offer sacrifice to the Lord our God. Yet I know that the king of Egypt will not allow you to go unless he is forced. I will stretch out my hand, therefore, and smite Egypt by doing all kinds of wondrous deeds there. After that he will send you away. I will even make the Egyptians so well disposed toward this people that when you leave you will not go empty-handed. Every woman shall ask her neighbor and her house guest for silver and gold articles, and for clothing to put on your sons and daughters. Thus you will despoil the Egyptians. Chapter 4. But, objected Moses, suppose they will not believe me, nor listen to my plea. For they may say, The Lord did not appear to you. The Lord therefore asked him, What is that in your hand? A staff, he answered. The Lord then said, Throw it on the ground. When he threw it on the ground, it was changed into a serpent, and Moses shied away from it. Now put out your hand, the Lord said to him, and take hold of its tail. So he put out his hand and laid hold of it, and it became a staff in his hand. This will take place so that they may believe, he continued, that the Lord, the God of their fathers, the God of Abraham, the God of Isaac, the God of Jacob, did appear to you. Again the Lord said to him, Put your hand in your bosom. He put it in his bosom, and when he withdrew it, to his surprise his hand was leprous, like snow. The Lord then said, Now put your hand back in your bosom. Moses put his hand back in his bosom, and when he withdrew it, to his surprise it was again like the rest of his body. If they will not believe you, nor heed the message of the first sign, they should believe the message of the second. And if they will not believe even these 2 signs, nor heed your plea, take some water from the river and pour it on the dry land. The water you take from the river will become blood on the dry land. Moses, however, said to the Lord, If you please, Lord, I have never been eloquent, neither in the past nor recently, nor now that you have spoken to your servant. But I am slow of speech and tongue. The Lord said to him, Who gives one man speech and makes another deaf and dumb? Or who gives sight to one and makes another blind? Is it not I, the Lord? Go then, it is I who will assist you in speaking and will teach you what you are to say. Yet he insisted, If you please, Lord, send someone else. Then the Lord became angry with Moses and said, Have you not your brother Aaron the Levite? I know that he is an eloquent speaker. Besides, he is now on his way to meet you. When he sees you, his heart will be glad. You are to speak to him then, and put the words in his mouth. I will assist both you and him in speaking, and will teach the 2 of you what you are to do. He shall speak to the people for you. He shall be your spokesman, and you shall be as God to him. Take this staff in your hand. With it you are to perform the signs. After this Moses returned to his father-in-law Jethro and said to him, Let me go back, please, to my kinsmen in Egypt, to see whether they are still living. Jethro replied, Go in peace. In Midian the Lord said to Moses, Go back to Egypt, for all the men who sought your life are dead. So Moses took his wife and his sons and started back to the land of Egypt, with them riding the ass. The staff of God he carried with him. The Lord said to him, On your return to Egypt, see that you perform before Pharaoh all the wonders I have put in your power. I will make him obstinate, however, so that he will not let the people go. So you shall say to Pharaoh, Thus says the Lord, Israel is my son, my firstborn. Hence I tell you, let my son go, that he may serve me. If you refuse to let him go, I warn you I will kill your son, your firstborn. On the journey, at a place where they spent the night, the Lord came upon Moses and would have killed him.
But Zipporah took a piece of flint and cut off her son's foreskin, and touching his person, she said, "You are a spouse of blood to me." Then God let Moses go. At that time she said, "A spouse of blood," in regard to the circumcision. The Lord said to Aaron, "Go into the desert to meet Moses." So he went, and when they met at the mountain of God, Aaron kissed him. Moses informed him of all the Lord had said in sending him, and of the various signs he had enjoined upon him. Then Moses and Aaron went and assembled all the elders of the Israelites. Aaron told them everything the Lord had said to Moses, and he performed the signs before the people. The people believed, and when they heard that the Lord was concerned about them and had seen their affliction, they bowed down in worship. Chapter 5. After that Moses and Aaron went to Pharaoh and said, "Thus says the Lord, the God of Israel, Let my people go, that they may celebrate a feast to me in the desert." Pharaoh answered, "Who is the Lord, that I should heed his plea to let Israel go? I do not know the Lord. Even if I did, I would not let Israel go." They replied, "The God of the Hebrews has sent us word. Let us go a 3 days' journey in the desert, that we may offer sacrifice to the Lord our God. Otherwise he will punish us with pestilence or the sword." The king of Egypt answered them, "What do you mean, Moses and Aaron, by taking the people away from their work? Off to your labor. Look how numerous the people of the land are already," continued Pharaoh, "and yet you would give them rest from their labor." That very day Pharaoh gave the taskmasters and foremen of the people this order, "You shall no longer supply the people with straw for their brick-making as you have previously done. Let them go and gather straw themselves. Yet you shall levy upon them the same quota of bricks as they have previously made. Do not reduce it. They are lazy. That is why they are crying, 'Let us go to offer sacrifice to our God.' Increase the work for the men, so that they keep their mind on it and pay no attention to lying words." So the taskmasters and foremen of the people went out and told them, "Thus says Pharaoh, I will not provide you with straw. Go and gather the straw yourselves, wherever you can find it. Yet there must not be the slightest reduction in your work." The people then scattered throughout the land of Egypt to gather stubble for straw, while the taskmasters kept driving them on, saying, "Finish your work, the same daily amount as when your straw was supplied." The foremen of the Israelites, whom the taskmasters of Pharaoh had placed over them, were beaten and were asked, "Why have you not completed your prescribed amount of bricks yesterday and today as before?" Then the Israelite foreman came and made this appeal to Pharaoh, "Why do you treat your servants in this manner? No straw is supplied to your servants, and still we are told to make bricks. Look how your servants are beaten. It is you who are at fault." Pharaoh answered, "It is just because you are lazy that you keep saying, 'Let us go and offer sacrifice to the Lord.' Off to work then. Straw shall not be provided for you, but you must still deliver your quota of bricks." The Israelite foremen knew they were in a sorry plight, having been told not to reduce the daily amount of bricks. When therefore they left Pharaoh and came upon Moses and Aaron, who were waiting to meet them, they said to them, "The Lord look upon you and judge. You have brought us into bad odor with Pharaoh and his servants, and have put a sword in their hands to slay us." Moses again had recourse to the Lord and said, "Lord, why do you treat this people so badly? And why did you send me on such a mission? Ever since I went to Pharaoh to speak in your name, he has maltreated this people of yours, and you have done nothing to rescue them."